അഞ്ജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോസിൽ ഒരു അടിപൊളി മീൻകറി വെക്കുന്നുണ്ട്, നമ്മുടെ ഒരു അടിപൊളി മത്തിക്കറി വെക്കുന്നുണ്ട്. അപ്പം അറിയാൻ വയ്യാത്തവർ ഇതുപോലെ ഒന്ന് മത്തിക്കറി വെച്ച് നോക്കുക. നമ്മൾ എന്നും കഴിക്കുന്നതിലും ചോറ് കൂടുതലായിട്ട് ഉണ്ണും. നല്ല അടിപൊളിയാണ്, വെച്ച് നോക്കുക. കൂടാതെ അതാണ് ഒന്നാമത്തെ കണ്ടന്റ്. രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പാണൽ ഇല എന്ന് പറയുന്ന ആ ഇലയെ കുറിച്ച് കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കേട്ടിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ട്. പാണൽ ഇല എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാൻ വയ്യാത്തവരും ഈ കൂടെ കാണുമായിരിക്കും. ആ പാണൽ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാണൽ ഇല ഉള്ളിടത്തുണ്ടല്ലോ, അവിടെ ഒരിക്കലും നെഗറ്റീവ് ഊർജം വരത്തില്ല. നെഗറ്റീവ് എനർജി അത് വരില്ല ഒരിക്കലും. നമുക്ക് എപ്പോഴും അതുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ ആ പാണലിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നിൽക്കുവാണെങ്കിൽ അത് വീട്ടില് നല്ല നെഗറ്റീവ് എനർജി ഒക്കെ ഇല്ലാതാക്കി നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നല്ല അടിപൊളിയാണ്. അപ്പം അതിന്റെ ഗുണങ്ങൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഒരു മീൻകറി അങ്ങ് വെക്കാം. ഇന്നലെ വാങ്ങിച്ച മത്തിയുടെ ഒരു 6 മത്തി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് മുളകിനകത്ത് കറി വെക്കാം. അപ്പൊ ഞാൻ ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് വറുത്തിട്ട് ചൂടാക്കി വറുത്തിട്ട് അരച്ച് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. ഇന്നിപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്നൊരു മീൻകറി നമുക്ക് വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു, മുളകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ. എന്നാലും നോക്കുമായിരുന്നു, അല്ല പുഴുത് തഴപ്പ് കഴുകിയിട്ട് വരാം. അപ്പൊ നമ്മള് കറിവേപ്പിലയിൽ ഇട്ട് കൊടുക്കും. ഇതിന് വെച്ചു നമ്മുടെ സ്വന്തം കറിവേപ്പിലായോണ്ട് ഇട്ട് കൊടുക്കാം, ഇഷ്ടമാറി അല്ലേ. പിന്നെ നമുക്ക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ ചതച്ചാണ് ഇടുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും കൂടെ ചതച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ചതക്കുന്നതിന് നല്ലത്. നമുക്ക് ഇതുപോലത്തെ കല്ലുണ്ടെങ്കിൽ, ഇടിക്കല്ല് ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. വരുന്നേ വെളിയിലേ മഴക്കാറുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു നമ്മുടെ കിച്ചണിനകത്ത് അധികം വെട്ടമില്ലല്ലേ. കുഴപ്പമില്ല, പരിഹരിക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഭയങ്കരമായിട്ട് അങ്ങോട്ട് മൂക്കൊന്നും വേണ്ട. ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പം എന്താ ഇത് മതി, കണ്ട ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 6 മത്തിയേ ഉള്ളൂ, അതിനനുസരിച്ചുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ പോരാ, 1 സ്പൂണും ഒരു ശകലം കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെയും എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞോ? നല്ല മഴക്കോളുണ്ട് കേട്ടോ. 2 ദിവസം നല്ല വെയിലായിരുന്നു. ഇന്നിപ്പോൾ എന്താ നല്ല മഴക്കാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. കാണാൻ ഭയങ്കര തന്നെ കോരി കാണിച്ചു കേട്ടോ. മതി.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പുളി 2 കഷ്ണം പുളി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എടുത്തിട്ട് വരട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളക്കട്ടെ. പുളിയൊക്കെ ഇറങ്ങട്ടെ നമ്മുടെ കറിയിലേക്ക് അല്ലേ. എന്നിട്ട് നമുക്ക് മത്തി കഷ്ണങ്ങൾ പെരക്കി ഇട്ട് കൊടുക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കറി ഇത് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. തീയല് ഇന്നലെ വെച്ച തീയലിൻ്റെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ മെഴുക്കുവരട്ടിയും തോരനും താവടി ഇരിപ്പുണ്ട്. പിന്നെ തൈരും ഉണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കറികൾ. അപ്പം ഇന്ന് മീൻ മാത്രം വെച്ചാൽ മതി. ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അങ്ങ് കഴിയും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഈ മീനെയൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ വരഞ്ഞ് ഇടുമ്പോഴത്തേക്കും നമുക്കിതിനേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ടാണ് ചോറൊക്കെ വെച്ച് കേട്ടോ. ചോറും തീയലൊക്കെ ഉറങ്ങിയതാണ്. നമ്മൾ ഇന്നത് പരിഹരിച്ച് പോകും. പിന്നെ തീയൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തീയൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പണി കുറവാണ്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പണി കഴിയും കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം എന്താ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് മത്തി പെറുക്കി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചതച്ചിടുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ടേസ്റ്റായിട്ടോ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. നല്ല ടേസ്റ്റായിട്ടോ. ഞാനിന്ന് മത്തിയെ മുറിക്കാതെയാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി ചാറൊക്കെ നമ്മുടെ കുറുകി വരട്ടെ. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ വേണ്ട, മീൻകറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. വേണ്ട, ചോറുണ്ണാൻ കൊതി വരുന്നില്ലേ? കണ്ട, അടിപൊളി കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മീൻകറി നമുക്ക് കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തിട്ട് എണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ കടുക് വറുത്തപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചാണ് കടുക് വറുത്തത്. ചിലവർ പിന്നെ ഒഴിക്കും, ഞാൻ പിന്നെ ഒഴിക്കുന്നില്ല. കൊളസ്ട്രോളിലൊക്കെ ചീത്തയല്ല വെളിച്ചെണ്ണ, അതുകൊണ്ടാണ്. ഉണ്ടാവും. അപ്പം ചോറുണ്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ തോന്നുന്നില്ലേ? അപ്പം നമ്മുടെ മീൻകറി റെഡിയായി. നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പം ഈ പാണൽ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണലില അല്ലേ? പാണലില നമ്മുടെ ഞാൻ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ ഞങ്ങൾ താമസിക്കുന്ന ഭാഗത്തെങ്ങും ഞാൻ ആ പാണലില കണ്ടിട്ടേ ഇല്ല കേട്ടോ. കോട്ടയത്ത് ഇഷ്ടം മാതിരി ഉണ്ട് പാണൽ. ഞങ്ങളൊക്കെ കൊച്ചായിരുന്ന സമയത്ത്, ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു കാണാനായിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് കണ്ടിട്ടില്ല. കാണുമായിരിക്കും, എനിക്ക് അറിയത്തില്ല, തപ്പിയിട്ടില്ല. പക്ഷെ എൻ്റെ പിള്ളേരെല്ലാം കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, കൊച്ചായിരുന്ന സമയത്ത് വീട്ടിൽ ഇഷ്ടം മാതിരി പാണലിൻ്റെ ഇലയുണ്ട്. പാണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റിച്ചെടിയായിട്ട് വളരുന്ന ചെടിയാണ്. നീണ്ട ഇങ്ങനെ ഇല വരെ, കുറച്ച് വീതിയെ അതിനെ കാണത്തുള്ളൂ. ഭയങ്കര കയ്പാണ് പാണലിൻ്റെ ഇലയ്ക്ക്, ഭയങ്കര കയ്പാണ്. അപ്പം ഞങ്ങൾ കൊച്ചായിരുന്നപ്പോഴേക്ക് ഇങ്ങനെ പറമ്പ് വഴി നടക്കുമ്പോഴത്തേക്കും പാണൽപ്പഴം, അതിനകത്തൊരു കായ ഉണ്ടാകും, അത് പഴുക്കും. ആ പാണൽപ്പഴം തിന്നാൻ കൊള്ളാം, പക്ഷേങ്കിൽ അതിന് ചെറിയ കയ്പുണ്ട്. ഇലയ്ക്ക് ഭയങ്കര അടിപൊളി കയ്പാട്ടോ, ഒന്നും പറയാനില്ല, ഭയങ്കര കയ്പാണ്. അപ്പൊ ഈ പാണലിലയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കുഞ്ഞിപ്പിള്ളേരൊക്കെ ഇല്ല, അതായത് എൻ്റെ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഉള്ള കുറച്ച് പേർക്കൊക്കെ ഈ കഥയൊക്കെ അറിയാം കേട്ടോ. ആ സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് സന്ധ്യ നേരത്തൊക്കെ വെളിയിൽ പോവുക. അപ്പൊ വലിയവരാണെങ്കിൽ തന്നെ വെളിയിൽ പോവുക, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആ രാത്രി മുഴുവൻ ഫുള്ള് ഉറങ്ങത്തില്ല. അപ്പൊ പണ്ടുള്ളവരൊക്കെ പറയത്തില്ലേ, അത് കണ്ണും ദോഷം കിട്ടിയതാ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമല്ലോ. അപ്പോഴത്തേക്കും ഈ പാണലിന്റെ ഇല ഉണ്ടെങ്കിൽ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ, ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുള്ളത്, അമ്മ ചെയ്ത് ഞാനും ചെയ്തിട്ടുള്ള സംഭവമാണത്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വെളിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും അതിൽ പാണലിന്റെ ഇല ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ ഈ അരിഞ്ഞാണത്തിന്റെ ഇടയിൽ ഇങ്ങനെ തിരുകി വെക്കുന്ന ഒരു പതിവുണ്ട്.
എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും പലരും പലതും പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗന്ദര്യം വഴുതി കിടക്കുന്ന നല്ല ഇതിനർത്ഥം. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സൗന്ദര്യമാണ്, ചിലവരുടെ നാക്ക് പ്രായത്തിൽ കവിഞ്ഞുള്ള നാക്ക് വർത്തമാനം ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർ പറയത്തില്ല, യോ ആ കുഞ്ഞിന്റെ വർത്താനം എന്ത് വർത്താനാണോ, അല്ലെങ്കിൽ അതിനെ കാണാൻ എന്ത് ഭംഗിയാണോ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങള് രാത്രിയിൽ ഉറങ്ങാതെ ഭയങ്കര കരച്ചിലെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. പാണലയുടെ കാര്യം ചിലപ്പം അറിയത്തില്ലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പം നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു പാണലില എടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ഹരിഞ്ഞാണത്തിന്റെ ഇടയ്ക്ക് തിരികെ അല്ലെങ്കിൽ ആൾക്കാർ കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല് തിരിച്ചു വരുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കരച്ചിലൊന്നും ഇല്ലാതെ നല്ലതായിട്ടിരിക്കും എന്നാണ് പറയപ്പെടുന്ന അല്ല അതെ. കാരണം ഞാനിത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. അപ്പൊ വെറുതെ ഇങ്ങനെ വൈകിട്ടൊക്കെ എടുത്തോണ്ടൊക്കെ പോകുമ്പോൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും കുഞ്ഞുങ്ങള്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് വെളിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ഒരു പാണലിന്റെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി, നല്ല കാര്യമാണ് എന്നമ്മ പറയുമായിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യായിരുന്നു. പിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ല, കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുന്നു, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി പോകുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സിൽ ഒരു പാണലിന്റെ ഇല സൂക്ഷിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അത് ആ പാണലിന്റെ ഇല നമ്മുടെ പേഴ്സിൽ ഇരിക്കുമ്പം അത് എന്താ പറയുന്നത്, പേഴ്സിൽ പൈസ ഒരിക്കലും കുറയത്തില്ല എന്ന് പറയും. നമ്മൾ പറയത്തില്ലേ, ഓ ഈ പേഴ്സിനകത്ത് ഈ പേഴ്സും കൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഈ പേഴ്സ് ഒരു രാശിയില്ലാത്ത പേഴ്സാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ പാണലിന്റെ ഒരു ഇല എടുത്ത് നമ്മുടെ പേഴ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഈ ഇല എടുത്തിട്ട് നമ്മുടെ പേഴ്സിൽ വെക്കുക. എന്നിട്ടൊരു നിമിഷം, അയ്യോ ഞാൻ പോകുന്ന കാര്യം എനിക്കത് നടത്തി തരണേന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടത് പേഴ്സിൽ വെക്കുക. എന്നിട്ട് വന്ന ഉടനെ തന്നെ ആ ഇല എടുത്തു കളയാനൊന്നും നിൽക്കണ്ട, അതവിടെ തന്നെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വലിയവരാണെങ്കിൽ തന്നെയും രാത്രി കിടന്നു കഴിഞ്ഞാൽ ഉറക്കമില്ല, ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നു, ഞെട്ടി ഉണരുന്നു, അങ്ങനെ പല പല കാരണങ്ങളുണ്ടല്ലോ. അപ്പം അതിനൊക്കെ ഉണ്ടല്ലോ ഒരു പാണലിന്റെ ഇല എടുത്തിട്ട് നമ്മൾ കിടക്കുന്നതിന്റെ തലയണയുടെ അടിയിലോ ബെഡിന്റെ ഇടയിലോ കൊണ്ടുവച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ രാത്രി സുഖമായിട്ട് ഉറങ്ങും. അത് ഞാൻ നോക്കിയിട്ടില്ല, അതും ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അനുഭവമുള്ള ഒരു കാര്യം കേട്ടോ, ചുമ്മാ പറയുന്ന കാര്യം ഒന്നുമല്ലാതെ. അപ്പൊ പാണലുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോ സൈഡിലോ എവിടെയെങ്കിലും കൊണ്ട് അത് നട്ടു വളർത്തുന്നത് ഒരുപാട് നല്ലതാണ്. നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തി ഈ പാണലിന് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഇതെന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാണ്ട് ഇത് ചുമ്മാ വളവള പറയുന്ന ഒരു വർത്താനം അല്ല, നമുക്ക് അനുഭവം ഉണ്ട്. പക്ഷെ ഈ ഏരിയയിലൊന്നും പാണൽ അങ്ങനെ ഇല്ല കേട്ടോ. നമ്മുടെ കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു പാണലിന്റെ ഇല. ഇപ്പം ഞാൻ കാണുന്നില്ല. നിങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ കുറ്റിച്ചെടികളായിട്ടാണ് അത് വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഒരു കാലത്ത് അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടായിരുന്നപ്പോഴത്തേക്കും ഈ ആൾക്കാർ വന്നിട്ട് ഈ പാണലിന്റെ ഇല വെട്ടിയെടുത്തിട്ട് പോകുമായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് കൊച്ചു പിള്ളേർക്ക് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ശർക്കരയ്ക്ക് വേണ്ടിയിട്ടാന്നൊക്കെ പറയാനും. സാർ എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ശർക്കര ഉണ്ടാക്കാൻ ഇനി പാണലിന്റെ ഇല എടുക്കും, അതൊന്നും എനിക്ക് അറിയത്തില്ല. ശർക്കരയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്നാണ് അവരന്ന് നമ്മളോട് പറഞ്ഞത്. അല്ലാണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിവരം ഇല്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും പാണലിന്റെ ഇല നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കും. മനസ്സിലായല്ലോ? പോസിറ്റീവ് എനർജിയെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് പാണലിന്റെ ഇല. അപ്പം സ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി ഉണരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാണലിന്റെ ഇല എടുത്തിട്ട് നമ്മുടെ തലയുടെ കൊണ്ട് വെച്ചാൽ മതി, സുഖമായിട്ട് നിങ്ങൾ ഉറങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ പാണലിന്റെ ഇലയെ കുറിച്ച് പറയാനുള്ളത്. പാണലിന്റെ ഇല ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഇനി ഞാൻ കോട്ടയത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. തീർച്ചയായിട്ടും കാണിച്ചു തരാം. കുറെ പേർക്ക് അറിയത്തില്ലായിരിക്കും, എന്നാൽ അറിയാവുന്നവരും ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുക. പുതുതായി കാണുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.